നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ പണ്ട് കലാപങ്ങളൊക്കെ നടക്കുമ്പോൾ കാണാറുണ്ട്. സായുധരായ ആളുകൾ ഒരു സ്ഥലത്തേക്ക് എത്തുകയും അവരൊരു വീടിന് തീയിടുക അല്ലെങ്കിൽ ഫാക്ടറികൾ തീവച്ച് നശിപ്പിക്കുക തുടങ്ങിയുള്ള വലിയ വിഷ്വൽസ് ഒക്കെ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് അതിന് സമാനമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഇന്നലെ നമുക്ക് താമരശ്ശേരിയിൽ കാണാൻ കഴിഞ്ഞത്. ഒരു വശത്ത് സമരക്കാരും പോലീസുമായി ഏറ്റുമുട്ടുന്നു, മറുവശത്ത് സായുധധാരികളായി കയ്യിൽ വടിയും മറ്റുമൊക്കെയായി ഒരു കൂട്ടം ആളുകൾ വരുന്നു. അവർ മുഖമൊക്കെ മറച്ച് ആദ്യം തന്നെ CCTV ഇരിക്കുന്ന ഇടത്തെ ലക്ഷ്യം വെക്കുന്നു. CCTV തകർക്കാനായി ആദ്യം ചുമതലപ്പെട്ട കുറച്ച് ആളുകൾ, മറ്റു ചില ആളുകൾ കൃത്യമായി നിശ്ചയിക്കപ്പെട്ടതുപോലെ ഇവിടെ കുക്കിംഗ്, അതായത് മാലിന്യ സംസ്കരണം നടക്കുന്ന അകത്തേക്ക് പോവുക, അവിടെ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കത്തിക്കുക. വാഹനങ്ങളിൽ അവർ ആദ്യം ലക്ഷ്യം വെക്കുന്ന കൃത്യമായി തന്നെ വാഹനങ്ങളുടെ ഇന്ധന ടാങ്കുകളാണ്. അവിടേക്ക് തീ പടർത്തുന്നു, പിന്നീട് ആളിക്കത്തുന്നു. ഒപ്പം പുറത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷയും ബൈക്കുകളും ഒക്കെ ഈ മുറിക്കുള്ളിലേക്ക് തന്നെ എത്തിച്ച് അതും കത്തിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു തരത്തിലും ആ പ്ലാന്റിന് തീ പിടിക്കാതിരിക്കരുത് എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ നടന്ന ഒരു ആക്രമണം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറയും. പോലീസും പറയുന്നത് കൃത്യമായ ആസൂത്രണത്തോടുകൂടി കരുതിക്കൂട്ടിയുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ അക്രമമാണ് ഇന്നലെ നടന്നതെന്ന്. കാരണം ഒരു വശത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്നു, മറുവശത്ത് തീ വെക്കുന്നു. ഒപ്പം ഫയർഫോഴ്സിന്റെ വാഹനം ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ അതും വഴിയിൽ തടയുന്നു. ഏതാണ്ട് 1 മണിക്കൂർ വൈകിയാണ് ഫയർഫോഴ്സ് വാഹനത്തിന് പോലും ഇവിടേക്ക് എത്താൻ കഴിയുന്നത്. പ്രദേശവാസികളായ ആളുകളാണ് 90% അവിടെ അടക്കം ഇവിടെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നാട്ടുകാരായ ആളുകൾ എത്തിയാൽ തങ്ങളുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളായ ആളുകളോട് ഇത്തരത്തിലൊരു ക്രൂരത ചെയ്യാൻ അവർ മടിക്കും. കാരണം ഈ കണ്ടെയ്നർ വാഹനത്തിനുള്ളിലൊക്കെ ആക്കി അടച്ചിട്ട് പോയാൽ ഈ തീ പടരുമ്പോൾ ഒരുപക്ഷെ ജീവൻ പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ഇവിടെയുള്ളവരായിരിക്കില്ല ഈ അക്രമത്തിന് പിന്നിൽ. കഴിഞ്ഞ 6-7 വർഷമായി സമാധാനപരമായൊക്കെയാണ് സമരം ഇവിടെ നടന്നത്. നമ്മൾ തന്നെ പലപ്പോഴും സമരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ളതുമാണ്. മുസ്ലിം ലീഗും CPM-ഉം ഈ ഫാക്ടറി ഉടമകളും ഒക്കെ പറയുന്നതും ഇവിടെയുള്ള ആളുകളല്ല, കാരണം ഇവിടെയുള്ള ആളുകൾക്ക് ഇത്രമാത്രം ക്രൂരത ചെയ്യാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് ആരാണ് ഇതിന് പിന്നിലെ ബാഹ്യശക്തി എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം അനിവാര്യമാവുന്നു. നമുക്കൊപ്പം ഈ സ്ഥാപനത്തിന്റെ ഉടമകൾ തന്നെയുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞതിൽ അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. കഴിഞ്ഞ കുറച്ച് നാളുകളെ പ്രത്യേകിച്ച് നമുക്കറിയാം, സംസ്ഥാനത്ത് എവിടെയായാലും മാലിന്യ പ്ലാന്റുകളോ അല്ലെങ്കിൽ ഇത്തരം സംഭരണശാലകളോ ഉണ്ടെങ്കിൽ ജനങ്ങളുടെ ഒരു എതിർപ്പ് സ്വാഭാവികമാണ്. ഇപ്പോഴും അത്ര വിശാല മനസ്കതയൊന്നും നാട്ടുകാർക്കായിട്ടില്ല. കുറച്ച് നാളുകളായി നടക്കുന്ന സമരവുമാണ് അല്ലേ? ഇതുവരെ ഇതൊരു പ്രകോപനത്തിന്റെ പാതയിലേക്ക് സമരക്കാർ എത്തിയിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഒരു 5 അല്ലെങ്കിൽ 10 തവണ സ്ഥാപനത്തിൽ സമരം ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം വളരെ സമാധാനപരമായിരുന്നു. എന്ന് പറയുമ്പം അവർ കാര്യങ്ങൾ സംസാരിക്കുകയും നമുക്ക് അതിനുള്ളൊരു വേദി ഉണ്ടാവുകയും എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അതായത് അത് അവർ സംസാരിക്കുന്ന ന്യായമായ കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ റെക്ടിഫൈ ചെയ്ത് ഗവൺമെന്റ് അല്ലെങ്കിൽ അതത് ഡിപ്പാർട്ട്മെന്റ് വന്ന് പറയുന്ന മാറ്റങ്ങൾ ഞങ്ങളിവിടെ ഉണ്ടാക്കുകയത്. പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു സമരസമിതിയുടെ രൂപീകരണവും അതിന്റെ പുറകിൽ ഉണ്ടായിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ എന്തോ താല്പര്യങ്ങളായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി അതിനുശേഷമാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. കാരണം സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ നിർത്തി പോലീസിനെ പ്രതിരോധത്തിലാഴ്ത്തി അവർ വളരെ രാവിലെ 6 മണി മുതൽ പോലീസ് ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് അവരെ പ്രതിരോധത്തിലാഴ്ത്തി പെട്ടെന്നുണ്ടാകുന്ന ഒരു വയലൻസ് ക്രിയേറ്റ് ചെയ്യുകയും ആ വയലൻസിന്റെ ഭാഗമായിട്ട് അവരുടെ ശ്രദ്ധ പൂർണ്ണമായും അതിലേക്ക് മാറ്റി ഇവിടെ വേറൊരു രീതിയിലും തൊഴിലാളികളും ചുരുക്കം പോലീസ് ഉദ്യോഗസ്ഥരും ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു ആക്രമണമാണ് നടന്നത്. ആ ആക്രമണത്തിൽ ഒരു കാരണവശാലും ഫാക്ടറി നശിപ്പിക്കൽ മാത്രമാണെന്ന് വിശ്വസിക്കാൻ തോന്നുന്നില്ല. കാരണം അത്രയും ക്രൂരമായ രീതിയിലാണ് തൊഴിലാളികളോട് പെരുമാറിയിരിക്കുന്നതും അല്ലെങ്കിൽ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും. ഇപ്പോൾ ഗ്യാസ് കുറ്റി തുറന്നു വിട്ട് കത്തിക്കാൻ ശ്രമിക്കുക, നമ്മുടെ ബോയിലറിന്റെ അവിടെ കൊണ്ടുപോയിട്ട് ബൈക്ക് കത്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അവരെ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചത് കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ചെയ്യുക. അതല്ലാതെ ഒരു സമരം നടത്തി അതിന്റെ ഒരു മെസ്സേജ് എത്തിക്കുക എന്നുള്ള അല്ലായിരുന്നു അതിന്റെ യാഥാർത്ഥ്യം എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷണം നടക്കുന്ന മുറയ്ക്ക് ഞങ്ങൾക്കും മനസ്സിലാവുന്നതാണ് വിശ്വസിക്കുന്നത്. ഈ വന്നപ്പോൾ തന്നെ ഒരു വയലന്റ് മോബ് ഈ മുഖമൊക്കെ മറച്ച് അല്ലെ CCTV ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു, പോലീസുകാരെ മർദ്ദിക്കുന്നു, പിന്നീട് ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു. ഒരു പ്ലാന്റ് എക്സിക്യൂഷൻ തന്നെ. നമുക്ക് അതിന്റെ CCTV ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് അതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത്രയും ഇപ്പോൾ ഒരു പോലീസുകാരെ വളഞ്ഞിട്ട് മർദ്ദിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇതേവരെ ഇവിടെ കാണാത്ത ഒരു സമരമുറയായിരുന്നു ഇന്നലെ ഇവിടെ സംഭവിച്ചത്. ഒരിക്കലും ഒരു സമരം എന്ന് ഞാൻ പറയില്ലേ, അതിന് സമരം എന്ന് വിളിക്കുന്നത് പോലും നമ്മൾ പറയുന്നത് ഭയങ്കര ആ സമരം എന്നുള്ള വാക്കിനോടുള്ള ബഹുമാനം പോലും നമുക്ക് പോകുന്ന രീതിയിലായി ഇപ്പോൾ നമ്മൾ സംസാരിക്കുക. കാരണം യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥരെ
നേരെ കൈ ഉയർത്തുന്ന രീതി പോലും ഒട്ടും ഭയത്തോടു കൂടിയല്ല, അതായത് വളരെ ലാഘവത്തോടു കൂടിയിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ദൃശ്യങ്ങളൊക്കെ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? കാരണം സ്ഥിരമായി നിങ്ങൾ ഇവിടുത്തെ സമരക്കാരെ അവരുമായി ഇടപെടുന്നു, അവരുമായി ചർച്ചകൾ നടത്താറുണ്ട്. അങ്ങനെയുള്ള പരിചയമുള്ള മുഖങ്ങളാണോ? ഒരു 99% ആൾക്കാരും പ്ലാന്റിനകത്തേക്ക് വന്ന ആൾക്കാർ മുഖം മറച്ചിട്ടും ഹെൽമെറ്റ് വെച്ചിട്ടുമാണ് വന്നിരിക്കുന്നത്. അറിയാവുന്ന കുറച്ച് മുഖങ്ങൾ, അല്ലെങ്കിൽ തൊഴിലാളികളെ മർദ്ദിച്ചപ്പോൾ അവർക്ക് അറിയാവുന്ന കുറച്ച് മുഖങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഫാക്ടറി കത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ അവരത് ചെയ്തു പോകുന്നുള്ളതാണ്. അവർ ആൾക്കാരെ മൃഗീയമായ രീതിയിൽ കൊല്ലുക, ഒരു കൂട്ടക്കൊലയായിരുന്നു എക്സ്പെക്ട് ചെയ്തെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പൂട്ടിയിട്ടിട്ട് ക്യാൻറ്റീനകത്തുനിന്ന് പൂട്ടിയിട്ടിട്ട് ഗ്യാസ് തുറന്നു വിട്ടിട്ട് കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ അത് എന്തോ ദൈവാധീനം കൊണ്ട് അത് കത്തിയില്ല. അങ്ങനെയൊക്കെ കത്തിയായിരുന്നെങ്കിൽ അതിനകത്തുള്ള 16 തൊഴിലാളികളുണ്ടായിരുന്നു, അവരുടെ ജീവനും മൊത്തമായിട്ട് പോയല്ലോ. അത് ഒരു കത്തിക്കലോ അല്ലെങ്കിൽ ആ സമരം എന്ന് പറയുന്നതല്ല ഇവിടെ നടന്നത്. ഇവിടെ നടന്നത് ഒരു അഴിഞ്ഞാട്ടമാണെന്നാണ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. അത് ഇവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഉണ്ടായിരുന്ന ആളാണ് ബാബുചേട്ടൻ അല്ലേ? സംഭവിച്ചത് അത് എനിക്ക് തോന്നുന്ന അവിടെ സമരം നടക്കി ഇവിടെ ഈ ഇതിലെല്ലാം ഓടി ജനങ്ങൾ ഇങ്ങോട്ട് വന്ന് ഒരു 10-75 ആളോട് കൂടി ഒരു ആള് ഉണ്ടായിരുന്നു. അവരിങ്ങോട്ട് വന്ന് കയറി. പിന്നെ അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ പോലീസുകാരെ ഉള്ളതിന് കുറഞ്ഞ പോലീസുകാരെ അവിടെ മാറി നിൽക്കുന്ന പോലീസുകാരോട് പറഞ്ഞു. പോലീസുകാർ മാറില്ല, രക്ഷയില്ലാതായി വന്നപ്പോൾ അവരങ്ങോട്ട് മാറിക്കഴിഞ്ഞ ഉടനെ ആദ്യം CCTV ഒന്ന് ഇവിടെ 2-3 CCTV അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ രണ്ടും അടിച്ചു പൊളിച്ചു. അപ്പോഴത്തേനും ഞങ്ങൾ എന്ത് ചെയ്തു, ഇതിനൊരു റൂമുണ്ട്, ആ റൂമിലേക്ക് ഞങ്ങൾ കയറി അവിടെ റൂമിൽ അടച്ചിട്ട് നിൽക്കുക. അപ്പം ഈ റൂമൊക്കെ ചവിട്ടി പൊളിക്കാൻ അവർ നോക്കുന്നത്. അല്ലാണ്ട് ഇപ്പം മുതലാളിമാർ പറഞ്ഞ പോലെ തന്നെ ഇത് പ്ലാന്റ് നശിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയല്ല അതിനകത്ത് വന്നത്. കാരണം ഞങ്ങളതിനകത്ത് അന്നേരം ഇവിടെ ഒരു 10-40 ആളുകളും ഉണ്ട്, തൊഴിലാളികൾ, ഹിന്ദിക്കാരും അല്ലാതെ ഇവിടെയുള്ള തൊഴിലാളികളെല്ലാം കൂടി 10-40 ആളുണ്ടായി ഒരു 2 റൂമിലായിട്ട്. അതിൽ ഒരു റൂമാണ് ഇവർ 2-3 ആൾ നിന്ന ഒരു റൂമാണ് ഇവർ തല്ലി പൊളിച്ചിട്ട് അതുപോലെ തല്ലി ചെയ്തു. അതിന് ശേഷമാണ് ഇവർ അങ്ങോട്ട് പോകുന്നത്, ഇതിലേക്ക് പോകുന്നത്. അവിടുന്ന് പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ എൻ്റെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ആ ഓട്ടോറിക്ഷ ഞാൻ രാവിലെ പണിക്ക് വരുമ്പോൾ ഇവിടെ കൊണ്ടുവരുന്നതാണ്. അത് അല്ലെങ്കിൽ അമ്പാത്തോടിട്ട് ഓടുന്ന ഒരു ഓട്ടോറിക്ഷ. അപ്പോൾ ആ ഓട്ടോറിക്ഷ ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പ്ലാന്റിൻ്റെ ഇതിനുള്ളിലേക്ക് തള്ളി കയറ്റി വെച്ചിട്ട് അതിനകത്തിട്ടാണ് തീ കത്തിക്കുന്നത്. അതിൽ കുറേ ബൈക്കുകൾ എല്ലാം കൂടെ ഈ പ്ലാന്റിനുള്ളിൽ കയറ്റിയിട്ടാണ് കത്തിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനിയോടല്ല ഇവർ ചെയ്യുന്നത്. ഞങ്ങൾ തൊഴിലാളികളെ വരെ ആക്രമിക്കുന്ന ഒരു സമീപനം. അതിൽ കുറഞ്ഞ ആൾക്കാർ ഇവിടെ ആദ്യം പണിയെടുത്തവരാണ്. അപ്പോൾ അവരെയൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഈ തല്ലുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ തല്ലിയവനോട് പറയുന്നത് ഒരാളെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് കൊന്നിട്ടാണ് ഞങ്ങൾ പോകുന്നതാണ്. അങ്ങനെയാണ് തലയ്ക്കാണ് തല്ല്. തലയ്ക്കെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ തല്ല് വന്നപ്പോഴത്തേനും ഒരാൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അയാൾ മരിച്ചില്ല. ഇപ്പോൾ തന്നെ നല്ല ഇഞ്ചുറി ആയിട്ട് അവിടെ എൻ്റെ ബേബിയിലുള്ളത്. അപ്പോൾ അയാളുടെ സ്ഥിതി എന്തെന്നാണ് കൃത്യമായിട്ടൊന്നും ആയിട്ടില്ല, വിവരം പറയാനില്ല. അതാണ് ഇന്നലെ ചേട്ടൻ്റെ അടി കിട്ടിയോ? അവര് പിടിച്ചോ? ഇല്ല, അടിക്കാൻ ഞങ്ങൾ എന്താ വെച്ചാൽ ഇത് തള്ളി പിടിച്ചു നിൽക്കാം. ഞങ്ങൾ 10-20 ആള് ഒരു റൂമിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഭാഗത്ത് തള്ളി പിടിക്കുക. കല്ലെറിയുന്നുണ്ട്, ഏറ് വന്നിട്ട് ഷീറ്റിന്റെ ഏറ് കൊണ്ടിട്ട് ഷീറ്റ് തുളയുക. അപ്പൊ അത്രമേ ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദന അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പനിയോടല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഇതിനകത്ത് പണിയെടുക്കുന്ന ആൾക്കാരോട് പോലും ഒരു ദയയില്ലാത്ത ഒരു പരിപാടിയാണ് നടത്തുന്നത്. എത്ര നാശം മെയിൻ പ്ലാന്റിന്, ഈ ബ്രോയിലറൊക്കെ ഇരിക്കുന്ന ഈ കുക്കിംഗ് ഏരിയ അല്ല, അതായത് ഈ ഇറച്ചിക്കോഴി മാലിന്യം അത് കുക്ക് ചെയ്തിട്ടാണ് പിന്നീട് ഉണക്കി പൊടിച്ച് കാലിത്തീറ്റയായി മാറ്റുന്നു അല്ലെ, അതല്ല നടക്കുന്നത്. അത് എത്ര വലിയ അതിൽ നഷ്ടം നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലേ നഷ്ടത്തിന്റെ വ്യാപ്തി മനസ്സിലാവുള്ളൂ. പ്രഥമ ദൃഷ്ടിയ കാണുന്നത് ഒരു 4 കോടി രൂപയുടെ മുകളിലുള്ള ലോസ് ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം ഇതിനകത്തുള്ള പല സാധനങ്ങളും, ഇപ്പോൾ ബയോബെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 10-15 ലെയർ പല മെറ്റീരിയലുകളായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ ഒരു ലെങ്തി പ്രൊസീജിയറാണ്. അതിനകത്ത് ബാക്ടീരിയനെ വളർത്തി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, അതുപോലെ ETP നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം ന്യൂലി കൺസ്ട്രക്റ്റഡ് ആണ്. അതായത് ഞങ്ങളുടെ ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങൾക്ക് ലൈസൻസ് റിന്യൂവൽ ചെയ്തു തരുന്നതിന് മുമ്പ് സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർ, ബഹുമാനപ്പെട്ട ഓരോ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതെല്ലാം നശിപ്പിച്ചിട്ടാണ് ചെയ്തത്. അതിന്റെ ഡെപ്ത് സത്യമായിട്ട് മനസ്സിലായിട്ടില്ല ഈ നേരം വരെ. പോലീസ് നടപടികൾ കഴിഞ്ഞ് ഫാക്ടറി ഞങ്ങൾ തുറക്കുന്ന മുറക്കി ഞങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഫാക്ടറി പുനരാരംഭിക്കും എന്നുള്ള പ്ലാനിൽ തന്നെയുള്ളത്. മുന്നിൽ മുട്ടുമടക്കില്ല. നമ്മൾ ജീവിക്കുന്ന കേരളത്തിലാണ്, ഇവിടെ ശക്തമായ പോലീസ് ഉണ്ട്.
ശക്തമായ ഭരണ സംവിധാനങ്ങളുണ്ട്, ശക്തമായ ഉദ്യോഗസ്ഥരുണ്ട്, ശക്തമായ പ്രതിപക്ഷമുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ഉള്ള ഒരു സ്ഥലത്ത് എനിക്കൊരു ഫാക്ടറി നടത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇനി എവിടെ പോലും ഫാക്ടറി നടത്തുമെന്ന് തോന്നില്ലേ. അപ്പം ഇത് മുട്ടുമടക്കുന്നുള്ള അങ്ങനത്തെ ഒരു വെല്ലുവിളിയൊന്നും കൺസേൺ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരു ഏരിയ മൊത്തം വേറൊരു രീതിയിലേക്ക് ചിത്രീകരിച്ച് കൊണ്ടുപോകുമ്പോൾ ആ ഏരിയയിലെ ആൾക്കാർ നിർബന്ധിതരാവുകയാണ് ഇതിന്റെ പുറകെ നിൽക്കാൻ. അതാണ് ഇവിടെ നടക്കുന്ന ഇൻസിഡന്റ്. ഇപ്പം ഇതിനകത്ത് ഫ്രണ്ട് ലൈനിൽ നിന്ന് എത്ര ആൾക്കാർക്ക് ഈ അക്രമത്തെ കുറിച്ച് അറിയുന്നത് എനിക്കറിയില്ല. അപ്പൊ അവരറിയാത്ത ആൾക്കാരാണെങ്കിൽ അവരെല്ലാവരും ഇതിനകത്ത് വിട്ടില്ലേ. അപ്പോൾ അവർ നിർബന്ധിതരായി, ഇനിയൊരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ ആ ഇഷ്യൂവിന്റെ പുറകെ നിൽക്കാൻ അവർ നിർബന്ധിതരാണ്. അപ്പോൾ അതൊരു വെൽ പ്ലാൻഡ് എക്സിക്യൂട്ടഡ് ക്രൈമാണ്. ഇറ്റ്സ് എ വെൽ പ്ലാൻഡ് എക്സിക്യൂട്ടഡ്. അപ്പോൾ അത് പോലീസ് അന്വേഷിച്ച് അതിന്റെ മുറയ്ക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് ഇവിടുത്തെ ഭരണകൂടത്തിലും പോലീസിലും 100% വിശ്വാസമുണ്ട്. കാരണം പോലീസ് അത്രയും സംയമനം പാലിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് അത് ഒരു വലിയ മൂവിലേക്ക്, വലിയൊരു വയലൻസിലേക്ക് പോകാതെ തന്നെ. അത്രയും ഉദ്യോഗസ്ഥർക്ക് പരിക്ക് പറ്റിയിട്ട് പോലും അവരത് മാക്സിമം നോക്കി. നിങ്ങൾ പോലീസുകാരെ അടിക്കുന്ന വീഡിയോസ് ഒക്കെ കണ്ടാൽ അതിന്റെ ഒരു റിയാലിറ്റി മനസ്സിലാവും. ഒരു ഭയവുമില്ല. നമുക്കിപ്പം ജില്ലയിൽ ഒറ്റ പ്ലാന്റാണ്. ഈ കോഴിക്കോട് ജില്ല വളരെ വലിയ ഒരു ജില്ലയാണ്. മറ്റു പല ജില്ലകളിലും ഒന്നിലധികം പ്ലാന്റുകളുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മാത്രം ഒറ്റ പ്ലാന്റാണ്. അത് ഒരു വികേന്ദ്രീകൃതമല്ലാതെ ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സംസ്കരണം നടത്തുന്നത്. അതും ഈ സമരക്കാരും നിങ്ങൾക്ക് എതിർക്കുന്നവരൊക്കെ പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഒരു പ്ലാന്റ് മാത്രം ജില്ലയിൽ നിലനിർത്തുന്നു? ശരി, നിലവില് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഹർജി പ്രകാരം ജില്ല ക്വാണ്ടിഫൈ ചെയ്യണം. ജില്ലയിൽ ഒരു പ്ലാന്റ് അല്ല, ജില്ലയിൽ 3 പ്ലാന്റിന് പുതിയതായി പെർമിഷൻ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പണികൾ നടക്കുന്നുണ്ട്. ക്വാണ്ടിഫൈ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും കോഴിക്കോട് ജില്ലയിൽ 200 ടൺ മാലിന്യമൊന്നുമില്ല. എന്റെ ഫാക്ടറിയിൽ 20 മുതൽ 25 വരെയുള്ള മാലിന്യമാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് 100% എനിക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം എന്നെക്കാളുപരി സമരസമിതി ഒരു ക്യാമറ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്യാമറയുടെ കണ്ണിൽ പെടാതെ ഈ ഫാക്ടറിയിലേക്ക് ഒരു വാഹനം കണ്ടില്ല. നിങ്ങൾ ഇതിന്റെ ഭൂപ്രകൃതി കണ്ടല്ലോ, ഈ വഴിയിലൂടെ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ നമ്മുടെ വെയ്യിങ് മെഷീനും പുറത്താണ് വെച്ചിരിക്കുന്നത്. ആ വെയ്യിങ് മെഷീന്റെ ഡിസ്പ്ലേ ബോർഡ് പുറത്ത് വെക്കണം. ഇതായിരുന്നു ലാസ്റ്റ് കണ്ടീഷൻ. ബഹുമാനപ്പെട്ട സബ് കളക്ടറുടെ മുമ്പിൽ ഇരുന്ന ചർച്ചയിൽ ഉണ്ടായിരുന്ന ലാസ്റ്റ് കണ്ടീഷനാണ്. ആ കണ്ടീഷനും പാലിക്കപ്പെട്ട് കഴിയുമ്പോൾ അവർ ഡെയിലി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, പ്രശ്നപരിഹാരമല്ലായിരുന്നു ഇതിന്റെ ഉദ്ദേശം. ഇതിന്റെ ഉദ്ദേശം വേറെ എന്തായിരുന്നു എന്ന് ഇപ്പം ഞങ്ങൾക്ക് ബോധ്യം വരികയാണ്. അത് നിങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ഈ സമരസമിതിയിൽ ഇപ്പോൾ ഉണ്ടോ? നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഈ ജീവനക്കാരായ ആളുകൾ? ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ പോലും സമരത്തിന്റെ ഭാഗമല്ല. മുൻകാലങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ് സമരത്തിന്റെ ഭാഗമായുള്ള ആളുകളുണ്ട്. അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ബേബിയിൽ അഡ്മിറ്റ് ആയ നമ്മുടെ ഒരു സ്റ്റാഫ് ഉണ്ട്, ശ്രീജിത്ത്. അവന്റെ ഹെഡ് ഇഞ്ചുറി വെട്ടിയിരിക്കുന്ന ആള്, അവനെ തല്ലിയ 2 പേരെ ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം അവർ വീട്ടിൽ പഴയതായിരുന്നു, അതുകൊണ്ട് ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ബാക്കിയുള്ള ആൾക്കാരെ അറിയില്ല.